കണ്ടിട്ടുണ്ട്. നമ്മൾ സെയിം സ്റ്റോറി അല്ല, സെയിം പാറ്റേൺ ഓഫ് മൂവീസ്. അതുകൊണ്ട് സാമ്യമുണ്ടോ? എന്താ സാമ്യം ഉണ്ടെങ്കിൽ ഇതിനെ ബാധിക്കുമോ? ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞു ബേസ്ഡ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ എല്ലാ സിനിമകളും നമ്മൾ കാണത്തില്ലല്ലോ. ഞാൻ കണ്ടത് വെച്ച് സിനിമകളിൽ ഇതുപോലത്തെ ഇല്ല, അങ്ങനത്തെ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവില്ല. എനിക്ക് കണ്ട നമ്മൾ ഈ ലോകത്തിറങ്ങുന്ന എല്ലാ സിനിമയും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കണ്ട സിനിമകളിൽ വെച്ച് ഈ ഒരു പാട്ട് ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു സാധനം കണ്ടിട്ടില്ല. ഇത് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്, എൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവം. പക്ഷെ അത് പല നാടുകളിൽ പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള തീമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഈ തീം ഞാൻ ഇരുന്നുമ്പോൾ സെയിം ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡോളർ പഴയ മൂവിയാണ് ഡോളർ. പിന്നെ മനസ്സിലാക്കി ഏകദേശം സെയിം പാറ്റേൺ സിനിമ കണ്ടു. സിനിമ കണ്ടതിന് മുമ്പ് ഇത് കരുതൽ കണ്ടോ? ഇല്ല, ഈ പേരൻസ് പുറത്തായിട്ടുള്ള ചേട്ടാ, നമ്മൾ ഒരേ പാറ്റേൺ പല സിനിമകളുണ്ട്, അതിന് കണ്ടന്റ് പല വ്യത്യാസമാണ്. ഇപ്പൊ നമ്മൾ സിനിമ നോക്കുകയാണെങ്കിൽ പ്രണയം റിലേറ്റഡ് പല സിനിമകളുണ്ട്. അതെല്ലാം പ്രണയം സിനിമ അല്ല, കോമഡി സിനിമ പറയാറില്ലേ, എല്ലാം ഒരേ കോമഡി അല്ലല്ലോ, പല പല കോമഡി അല്ലേ കാണുന്നത്. അപ്പൊ അതിൽ ആ വ്യത്യസ്തത നമ്മൾ കാണുന്ന വ്യക്തികൾക്ക് അറിയാമല്ലോ, അതേ ഉള്ളൂ. പിന്നെ സിക്സ്ത്തിൽ കുറെ കേസ് ഉണ്ട്, ജയറാമിന്റെ ആശങ്കയുണ്ട്, പിന്നെ ബാബയുടെ അനുമതിയുണ്ട്, അങ്ങനെ കുറെ പല കേസ് ഉണ്ട്. അപ്പം അതിൻ്റെ ക്ലാഷ് വെക്കുമ്പോൾ കളക്ഷൻ ബാധിക്കും. നമ്മൾ ഒരു കളക്ഷൻ അങ്ങനെ നമ്മൾ നോക്കുന്നു, അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾ വെക്കുമ്പോൾ ക്ലാഷ് വെക്കുന്നു അല്ലേ? സൂപ്പർ സ്റ്റാർ അങ്ങനെ നമ്മൾ നോക്കുന്നില്ല. ഇവിടെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ പറയാം. കാരണം എനിക്ക് ഉത്തരം പറയാനായിട്ട് മുട്ടിരിക്കാൻ പറയാൻ നേരം. ഞാൻ ആദ്യം പറഞ്ഞു, ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ മാത്രമല്ല, അമേരിക്കയിലും അയർലൻഡിലും കൂടിയാണ്. നമ്മൾ സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പാട്ട് സീൻ മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ പോകാറുള്ളത്. ഈ സിനിമയുടെ മെയിനായിട്ടുള്ള കണ്ടന്റുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അയർലൻഡിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളോടൊപ്പം സുരേഷ് സാർ വന്നിരിക്കുന്നു. എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തോട്. കാരണം ഞാൻ നേരത്തെ 2 സിനിമകളുടെ നിർമ്മാതാവും കൂടിയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും അറിയാവുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ഈ പ്രൊമോഷന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. കാരണം നമ്മൾ ആരും സിനിമാ നടനായിട്ടും സിനിമാ നടിയായിട്ടും അല്ല ജനിച്ചു വീഴുന്നത്. ഒരുപാട് അവസരങ്ങൾ തന്നെ. പക്ഷേ അവനവൻ കടന്നു വന്ന വഴികൾ മറക്കാതെ മുന്നോട്ട് പോകുന്നവൻ ആരാണോ അവൻ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. പിന്നെ ഇത് ചെറിയ സിനിമ ആരും പറഞ്ഞു, ഇതൊരു വലിയ സിനിമയാണ് അല്ലേ? ആ പ്രൊമോഷൻ ടീസർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു വലിയ സിനിമ തന്നെയാണ്. ഇത് ആർട്ടിസ്റ്റുകളുടെ അവരുടെ എന്താ പറയുക, അവരുടെ ഇതിലല്ല ഒരു സിനിമ ബേസ് ചെയ്തിരിക്കുന്നത്. ആ ആർട്ടിസ്റ്റ് കോഴ്സ് ഒന്ന് കുറച്ച് നോക്കി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഈ സിനിമ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ അക്ഷീണ പരിശ്രമം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും, പ്രത്യേകിച്ച് ജോമിയെ പറയാതിരിക്കില്ല. ജോമിയ മാത്രമല്ല, എന്റെ കണ്ണുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ചെട്ടിക്കൻ, ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് ജോമിയുടെ അഭാവത്തിൽ സ്റ്റീഫന്റെ സ്റ്റീഫൻ ഇങ്ങോട്ട് വന്ന ആളാണ്. അല്ല, സ്റ്റീഫന്റെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത്രയും അധികം 35 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള സാബു ജെയിംസ് ആണ് ഇവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ സിനിമ ചെയ്തു എന്ന് പറയുന്നതിനാണ് ഇതിന്റെ വിജയം. നാളെ ഇതിന്റെ കളക്ഷൻ വലിയ ഗ്രോസ് കളക്ഷൻ 100 കോടി ഞങ്ങൾ ക്ലബിലേക്ക് കയറി എന്നൊക്കെ പറയാൻ മാത്രം ചിലപ്പോൾ ആയില്ലെങ്കിലും എനിക്കറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട്, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. പക്ഷേ നമ്മൾ ഈ സ്പോർട്സ് ഒളിമ്പിക്സ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കൊച്ചു രാജ്യമായ ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള കറുത്തുമുത്തുന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളെ അവസാന ലാപ്പിൽ കുതിച്ചു കയറി വിജയം വന്ന് സ്വർണം നേടിയത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ 9,000 പടം വന്നാലും ഈ കരുതൽ എന്ന സിനിമ ചരിത്ര വിജയം നേടുന്നതായിട്ട് ഒരു സംശയവുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചില്ലേ പോലും ഞങ്ങൾക്ക് വലിയ സങ്കടമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇത് ജനങ്ങളിലേക്ക് സിനിമ എത്തുമെന്നും ഇത് ജനങ്ങൾ സ്വീകരിക്കുമെന്നും ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മീഡിയക്കാരോട്, ഇന്നിവിടെ വന്ന മീഡിയക്കാരോട്, ഇന്ന് വരാൻ സാധിക്കാത്തവരുണ്ടല്ലോ, നാളെ ഞങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം, ബി പോസിറ്റീവ്, അതാണ് ഈ കരുതൽ എന്ന സിനിമയുടെ കാതൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.